പ്രവാസികൾക്ക് വലിയൊരു അവസരം തുറന്നിട്ടു പുതിയ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെ പ്രവാസികൾക്കായി പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് ഗവൺമെന്റ് രൂപീകരിച്ചു. കേരളത്തിലെ ടൂറിസം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ, അതുപോലെ മൂല്യാധിഷ്ഠിത ഉൽപ്പന്ന മേഖല തുടങ്ങിയ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് ഗവൺമെന്റ് ഇത് രൂപീകരിച്ചത്. ഇതുവഴി വലിയ രീതിയിലുള്ള പ്രവാസി നിക്ഷേപം ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് റെമിറ്റൻസ് ആണ് കൂടുതലും പ്രവാസികളിൽ നിന്ന് വരാം. റെമിറ്റൻസ് എമൗണ്ടിനെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആക്കി ഗവൺമെന്റിന്റെ വികസനത്തിന്റെ ഭാഗമാക്കാൻ, അതുപോലെ തന്നെ കേരളത്തിന്റെ വികസനത്തിൽ പങ്കാളിയാകാനും, കേരളത്തിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും, കേരളത്തിൽ വലിയ പദ്ധതികൾ കൊണ്ടുവരാനുമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതുവഴി പ്രവാസികൾക്കുണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. കാരണം പ്രവാസികൾക്ക് ഇത് വലിയൊരു നിക്ഷേപത്തിനുള്ള അവസരമാണ്. ഇത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് നമുക്ക് വളരെയേറെ വിശ്വാസയോഗ്യതയോടുകൂടി തന്നെ നമുക്കിതിൽ നിക്ഷേപം നടത്താം. അത് മാത്രമല്ല, നമ്മൾ ഒരു പ്രവാസത്തിൽ നിന്ന് റിട്ടയർമെൻറ്റ് ലൈഫ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത്തരം ട്രസ്റ്റ്, ഇത്തരം പദ്ധതികൾ വഴി വലിയ ഉപകാരമാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്തു തരുന്നത്. ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ അറിയാനും ഇതുപോലുള്ള പുതുപുത്തൻ വാർത്തകൾ കാണുന്നതിനും ഈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക.